KSRTCയിൽ സ്വകാര്യവത്കരണത്തിന്റെ സൂചന നൽകി UDF സർക്കാർ. ഉത്സവകാല സീസണുകളിൽ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ നീക്കം. നോൺ AC വിഭാഗത്തിൽ 600 ബസ്സുകൾക്കും AC സീറ്റർ കം സ്ലീപ്പർ വിഭാഗത്തിൽ 63 ബസ്സുകൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക നഷ്ടമുണ്ടായതോടെ ഉപേക്ഷിച്ച പദ്ധതിയാണ് ബസ്സുകളുടെ ക്ഷാമം ഉന്നയിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ബസ്സുകൾ വാടകയ്ക്കെടുക്കാനുള്ള നീക്കത്തെ ന്യായീകരിച്ച് ഗതാഗത മന്ത്രി CP ജോൺ രംഗത്തെത്തി. ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്നത് നല്ല സർവീസ് നൽകാൻ ശബരിമലയിലേക്ക് ഈ രീതി പരീക്ഷിക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ഇന്ന് സ്വകാര്യ മേഖലയിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 3000 രൂപ 4000 രൂപയൊക്കെയാണ് 1500 രൂപ ടിക്കറ്റിന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ബസ്സുകൾ നോക്കി. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ബസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബസ് എടുക്കുന്നു എന്നുള്ളതല്ല. അതുപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തിലും സാധാരണ നൂറുകണക്കിന് ബസ് KSRTC വാങ്ങിയിട്ട് അത് ഇടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ശബരിമല ഭക്തന്മാരുടെ കാര്യത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കരാറിന് തയ്യാറാണ്. ഇത് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കത്തിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമാണ് എന്ന വിമർശനം കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും പറയാം. സ്വകാര്യവൽക്കരണ നീക്കത്തിൻ്റെ അല്ല, അങ്ങനെ പറയുന്നവരോട് ഞാൻ തടസ്സമല്ല എന്ന് പറയാം. ദേവൻ MP വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ദേവൻ, ഒരു സ്വകാര്യവത്കരണ നീക്കമാണ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് പരീക്ഷിച്ച ഒരു കാര്യം, അന്ന് അവിടെ പാളിപ്പോയ അതേ കാര്യമാണ് വീണ്ടും ഈ സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളൊക്കെ അതിൽ ഉയരുകയും ചെയ്യും. അതിനെ എങ്ങനെയാണ് ഗതാഗത മന്ത്രി ന്യായീകരിക്കുന്നത്? സ്വാതി, തീർച്ചയായും കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ ഈ KSRTCയിൽ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുത്തുകൊണ്ട് വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുത്തുകൊണ്ട് സർവീസ് നടത്താൻ തീരുമാനമുണ്ടായിരുന്നത്. അതായത് ബസ്സും ഒപ്പം തന്നെ ഡ്രൈവറിനെയും ഉൾപ്പെടെയാണ് വാടകയ്ക്ക് നമുക്ക് ലഭിക്കുക. അതിൽ പിന്നീട് KSRTC കണ്ടക്ടറിനെ നിയമിച്ചുകൊണ്ട് തന്നെ ഡീസൽ, അതിന്റെ ഇന്ധനം നമ്മൾ അതിനുള്ള ചെലവുകൾ വഹിച്ചുകൊണ്ട് തന്നെ സർവീസ് നടത്തുക. ഇതായിരുന്നു ഈ വെറ്റ് ലീസ് അടിസ്ഥാനത്തിന്റെ വെറ്റ് ലീസ് കരാറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏകദേശം 10 ഈ AC സ്ലീപ്പർ ബസ്സുകൾ നിരത്തിലിറക്കുകയും അതിൽ വൻ നഷ്ടം KSRTCക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 10 ബസ് ഇറക്കിയ കൂട്ടത്തിൽ ഏകദേശം 8 ബസ് സർവീസുകളും നഷ്ടത്തിലാവുകയും പിന്നീട് അത് 60 ലക്ഷത്തോളം രൂപ നഷ്ടം KSRTCക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് UDF സർക്കാർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇത് KSRTC സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ആദ്യ ചവിട്ടുപടിയായിട്ടാണ് ഇത്തരമൊരു നീക്കം KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നായിരുന്നു. അന്ന് 25 ബസ്സുകൾക്കാണ് ഈ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിൽ പിന്നീട് നഷ്ടത്തിലായതോടുകൂടി തന്നെ KSRTC പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് ഉപേക്ഷിച്ച അതേ പദ്ധതി പുതിയ ഒരു കാരണം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വീണ്ടും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് KSRTC ബസ്സുകൾക്ക് വലിയ രീതിയിൽ ക്ഷാമം നേരിടുന്നു. അതിനാൽ തന്നെ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് KSRTCയിൽ സർവീസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി ഈ പറയുന്ന പോലെ തന്നെ ടെൻഡർ വിളിച്ചുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ KSRTCയിലേക്ക് വാടകയ്ക്ക് എടുക്കും. പക്ഷേ അന്ന് വെറും 25 ബസ്സുകളായിരുന്നു KSRTC ഇത്തരത്തിൽ സർവീസ് നടത്താൻ ഉദ്ദേശിച്ചെങ്കിൽ ഇന്നിപ്പോൾ ഈ ശബരിമല സീസൺ അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഏകദേശം 600-ലധികം നോൺ AC വിഭാഗത്തിൽ വരുന്ന ബസ്സുകളും ഒപ്പം തന്നെ ഈ ഉത്സവ സീസണുകൾ പ്രമാണിച്ചുകൊണ്ട് ഓണം ക്രിസ്മസ് അടക്കമുള്ള ഉത്സവ സീസണുകൾ പ്രമാണിച്ചുകൊണ്ട് AC വിഭാഗത്തിൽപ്പെടുന്ന 63 ബസ്സുകളും ഇത്തരത്തിൽ കരാർ അടിസ്ഥാനത്തിൽ എടുക്കാനാണ് KSRTCയുടെ നീക്കം. പക്ഷേ അത്തരമൊരു നീക്കം നടപ്പിലാക്കുമ്പോൾ പോലും ഇത് പ്രായോഗിക തലത്തിൽ അത് KSRTCക്ക് വൻ നഷ്ടം വിളിച്ചു വരുത്തുമെന്നാണ് ഇപ്പോൾ തന്നെ ഉയരുന്ന വിമർശനം. പ്രത്യേകിച്ചും അന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ഡീസലിന് കേവലം 60 രൂപ മുകളിൽ മാത്രമായിരുന്നു വിലയുണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ അതല്ല സ്ഥിതി. ഏകദേശം 100 രൂപയ്ക്ക് മുകളിൽ 107 രൂപ 110 രൂപയൊക്കെയാണ് ഇന്നിപ്പോൾ ഡീസലിന്റെ വില. അത്രയും വലിയ ചെലവ് വഹിച്ചുകൊണ്ട് KSRTC ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താനുള്ള നീക്കം നടത്തുമ്പോൾ അത് വൻ നഷ്ടം KSRTCക്ക് ഉണ്ടാകും. പ്രത്യേകിച്ചും ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി അടക്കം നടപ്പിലാക്കിയ KSRTC ഈ യാത്രക്കാരുടെ വർധനവും ഒപ്പം തന്നെ അതിലെ നടത്തിപ്പ് ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ട് തന്നെ വലിയ രീതിയിൽ നഷ്ടം ഇപ്പോൾ തന്നെ KSRTCക്ക് മുന്നിലുണ്ട്. ഇത് സർക്കാർ നികത്തുമെന്ന് പറയുമെങ്കിൽ പോലും ഇതുവരെയും അത്തരം നടപടിയിൽ KSRTC നടന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നീക്കം. ഇതിനെപ്പറ്റി മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെയാണ്. അത് യാത്രക്കാർക്ക് മികച്ച സർവീസ് നൽകാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ KSRTC ഇതുവരെയും അല്ലെങ്കിൽ നടത്തിയിരുന്ന നീക്കത്തെ അല്ലെങ്കിൽ സർവീസുകൾക്ക് അത് മോശമാണെന്നുള്ള ഒരു വ്യാഖ്യാനം അതിന് വരികയും ഒപ്പം തന്നെ സ്വകാര്യവൽക്കരണം എന്ന പദ്ധതിയെ പൂർണ്ണമായും ആ ഒരു പ്രയോഗത്തെ പോലും പൂർണ്ണമായി എതിർക്കാതെയാണ് മന്ത്രി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പദ്ധതിയുമായി അല്ലെങ്കിൽ ഇത്തരമൊരു ദേവൻ, അതാണ് സ്വകാര്യവത്കരണം എന്നുള്ള നീക്കം. അത് മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാളിപ്പോയ ഒരു പദ്ധതി, അതിലേക്ക് ആണ് ഈ സർക്കാർ വീണ്ടും കടക്കുന്നത്.